ഒന്നാണ് പറയാനുള്ളത്. ജേർണലിസത്തിന്റെ കപടമായ മേലാപ്പണിഞ്ഞ് മരണവീടുകളിലേക്ക് ഇരച്ചു കയറുന്ന ഈ അശ്ലീല സർക്കസ് ഇനിയെങ്കിലും ഈ നാട്ടിൽ നിർത്തിയേ പറ്റൂ. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് വെറുമൊരു വാർത്തയെക്കുറിച്ചല്ല. ഒരു കുടുംബത്തിന്റെ ചങ്ക് പറയുന്ന വേദനയെ വിറ്റ് തിന്നാൻ നോക്കുന്ന, മൊബൈൽ ക്യാമറയും കയ്യിലേന്തി നടക്കുന്ന കുറെ ഓൺലൈൻ പപ്പരാസികളുടെ പച്ചയായ ക്രിമിനലിസത്തെക്കുറിച്ചാണ്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ സലീം കുമാറിന്റെ വിയോഗത്തിൽ നനഞ്ഞ കണ്ണുകൾ ഇതുവരെ തോർന്നിട്ട് പോലുമില്ല. അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷ പ്രകാരം മതപരമായ ചടങ്ങുകൾ പൂർണ്ണമായി ഒഴിവാക്കി ശക്തമായ മഴയെപ്പോലും അവഗണിച്ച് ആയിരക്കണക്കിന് ജനങ്ങൾ ലാഫിംഗ് വില്ലയുടെ മുറ്റത്തേക്ക് ഒഴുകിയെത്തിയ ആ സംസ്കാര ചടങ്ങ്. പക്ഷേ അവിടെ നമ്മൾ കണ്ടത് എന്താണ്? സ്വന്തം അച്ഛന്റെ മൃതദേഹത്തിന് മുന്നിൽ നിൽക്കുന്ന ആ കുടുംബത്തിന് ഒരല്പം സ്വകാര്യത പോലും നൽകാതെ, അവസാനത്തെ ചുംബനം നൽകാൻ പോലും അനുവദിക്കാതെ കാവൽ നിൽക്കാൻ വന്ന പോലീസുകാരുടെ നെഞ്ചിലേക്ക് വരെ മൊബൈൽ ക്യാമറയുമായി ഇടിച്ചു കയറിയ ഓൺലൈൻ അർമാദമാണ് നടന്നത്. സഹികെട്ട് ഉള്ളുവിങ്ങി കണ്ണുനീരൊഴുക്കിക്കൊണ്ട് സലീം കുമാറിന്റെ മകൻ ചന്തുവിന് പൊട്ടിത്തെറിക്കേണ്ടി വരുന്നു. എന്താണോ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, മാറി നിൽക്കട എന്ന് പറയേണ്ടി വരുന്നു. സ്വന്തം അച്ഛന്റെ ചിതയേരിയ മുൻപ് ആ മകന് രോഷം കൊള്ളേണ്ടി വരുന്ന ഈ ദുരവസ്ഥയ്ക്ക് മുന്നിൽ മലയാളി എന്ന സാംസ്കാരിക ബോധം തലകുനിക്കുകയാണ്. ഒരു കാര്യം നമ്മൾ ആദ്യം സ്വയം സമ്മതിക്കണം. ഒരു കാലത്ത് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും, അതായത് പ്രൊഫഷണൽ ന്യൂസ് ചാനലുകൾ വരെ ഇത്തരം സന്ദർഭങ്ങളിൽ കാണിച്ചുപോയ ചില അതിരുകടന്ന പെരുമാറ്റങ്ങളുടെ പേരിൽ പലപ്പോഴും വിമർശിക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ ആ കടുത്ത വിമർശനങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ കൃത്യമായ അതിർവരമ്പുകൾ സൂക്ഷിക്കാൻ പഠിച്ചിട്ടുണ്ട്. മരണവീടുകളിൽ മൈക്കുകൾ ഒരു കോണിൽ മാത്രം ഒതുക്കി വെച്ചും കുടുംബത്തിന്റെ സ്വകാര്യതയെ മാനിച്ചും മാന്യത കാണിക്കുന്നു. എന്നാൽ ഈ പറയുന്ന ഓൺലൈൻ പപ്പരാസികൾക്ക് അങ്ങനെയുള്ള യാതൊരു അതിർവരമ്പുകളുമില്ല. ഇവർ മാധ്യമ പ്രവർത്തകരെയല്ല, ഇവർക്ക് പ്രസ്സുമായി ഒരു ബന്ധവുമില്ല. അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ ചെയ്യുന്നത് പോലെ യഥാർത്ഥ മാധ്യമങ്ങളെയും ഇത്തരം യൂട്യൂബ് ചാനലുകളെയും നിയമപരമായി വേർതിരിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് ഈ നാട്ടിൽ. എടുത്തെടുത്ത് പറയുകയാണ്, ജേർണലിസം അല്ല, ഇത് വെറും ക്ലിക്ക് ബൈറ്റ് അരാജകത്വം മാത്രമാണ്. ഈ നാട്ടിൽ എല്ലാ പണിക്കുമുണ്ട് കൃത്യമായിട്ടുള്ള യോഗ്യത. അതിന് അതിൻ്റെതായ പരീക്ഷയുണ്ട്, സർട്ടിഫിക്കറ്റുമുണ്ട്. നീറ്റ് എഴുതിയാൽ നിങ്ങൾക്ക് ഡോക്ടർ ആകാം, കീം എഴുതിപ്പോയാൽ നിങ്ങൾക്ക് എഞ്ചിനീയർ ആകാം. അപ്പോൾ എല്ലാത്തിനും നിങ്ങൾക്ക് ഡിഗ്രി വേണം. ഒരു സാധാരണ ജോലിക്ക്, ഒരു മേസ്തിരിയാകാൻ പോലും കൃത്യമായിട്ട് നിങ്ങൾക്ക് ചില കണക്കൊക്കെ കൂട്ടാനെങ്കിലും അറിയണം. പക്ഷേ ഇതൊന്നും വേണ്ടാത്ത ചില പണികളുണ്ട്. അതിലൊന്നായി മാറുകയാണോ കണ്ടന്റ് ക്രിയേഷൻ? ആളുകളുടെ സ്വകാര്യതയിലൂടെ കടന്ന് മൊബൈൽ ക്യാമറ വെച്ച് ഇക്കിളിപ്പെടുത്തുന്ന ഒരു ക്യാപ്ഷൻ കൊടുത്ത് വ്യൂസ് എടുക്കാൻ അറിയാമെങ്കിൽ അയാളാണോ ഇന്ന് വിജയിക്കുന്ന ഓൺലൈൻ പപ്പരാസി? പക്ഷേ അതല്ല മാധ്യമ പ്രവർത്തകൻ. മൊബൈലുമായി എവിടെയും വലിഞ്ഞു കയറുന്ന സകലരെയും നമ്മൾ ഓൺലൈൻ മീഡിയ എന്ന് വിളിച്ച് ആദരിക്കുന്നതിലുണ്ട് അപകടം. ഇത് യഥാർത്ഥ മാധ്യമ പ്രവർത്തകർക്കുണ്ടാക്കുന്ന അപമാനം ചെറുതല്ല. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ളവർക്ക് ഈ കോമാളിക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ കഷ്ടപ്പെടേണ്ടി വരുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. 7 ദിവസങ്ങൾക്ക് മുൻപ് സൗദി ജയിലിൽ നിന്ന് മോചിതനായി വന്ന റഹീമിന്റെ വീട്ടിലും ഇതേ അശ്ലീല പടയെ നമ്മൾ കണ്ടു. പ്രതികളെ തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോഴും മരണവീടുകളിലുമൊക്കെ ഇവരുടെ ഉന്തും തള്ളും ഒരു സ്ഥിരം കാഴ്ചയായി മാറിയിരിക്കുന്നു. ഈ ഓൺലൈൻ പപ്പരാസികളുടെ USP എന്താണെന്ന് അറിയാമോ? സമൂഹത്തിലെ ഭൂരിപക്ഷത്തിന്റെ ഉള്ളിലുള്ള അസൂയയുണ്ട്, പകയുണ്ട്, വിദ്വേഷമുണ്ട്. ഇതൊക്കെയാണ് ക്യാപിറ്റൽ. സലീം കുമാറിനെ കാണാൻ വരുന്ന ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി കൂളിംഗ് ഗ്ലാസ് വെച്ചാലോ, അറിയാതെ ഒന്ന് ചിരിച്ചാലോ, ഇതൊക്കെ മതി ഇനി ഒരു തമ്പനെയിൽ കിട്ടാൻ. തെരുവിളി കൂട്ടങ്ങൾക്ക് മുന്നിലേക്ക് ഈ വീഡിയോ എല്ലാം ഇട്ടുകൊടുക്കാൻ. ഇനിയെങ്കിലും വേണം കേരളത്തിൽ ഒരു കൃത്യമായിട്ടുള്ള മീഡിയ പ്രോട്ടോകോൾ. ഈ വൃത്തികേടിന് ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ. വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെ കൃത്യമായിട്ടുള്ള ഒരു മീഡിയ പ്രോട്ടോകോൾ ഈ നാട്ടിലും ഉണ്ടാകണം. സർക്കാർ അംഗീകരിച്ച ഔദ്യോഗിക മാധ്യമ സ്ഥാപനങ്ങൾക്ക് മാത്രമായിരിക്കണം പൊതുപരിപാടികളിലും ഇത്തരം ചടങ്ങുകളിലും പ്രവേശനം നൽകേണ്ടത്. വിദേശങ്ങളിലെ പോലെ പോലീസ് കൃത്യമായി ഒരു പരിധി നിശ്ചയിച്ച് റിബൺ കെട്ടണം. ആ റിബൺ കടന്ന് മൊബൈൽ ക്യാമറയുമായി വരുന്നവനെതിരെ കേസും ശക്തമായ നിയമ നടപടിയും ഉണ്ടാകണം. വെറും പബ്ലിസിറ്റിക്ക് വേണ്ടി ഇത്തരം യൂട്യൂബ് കുയിലുകളെ കൂട്ടുപിടിക്കുന്ന രാഷ്ട്രീയ നേതാക്കളും സെലിബ്രിറ്റികളും ആദ്യം ഇവരെ പടിയടച്ച് പിരിച്ചുവിടാൻ തയ്യാറാകണം. ആദ്യം തിരുത്തേണ്ടത് നമ്മൾ തന്നെയാണ്. ഇത്തരം തരംതാണ കോണ്ടന്റ് കണ്ട് കൈയടിക്കുന്ന വായനക്കാരനും പ്രേക്ഷകരും ഇല്ലാതാകുന്ന കാലം വരെ ഇവർ നമ്മളെ ഞെട്ടിക്കാനുണ്ടല്ലോ, ശവക്കല്ലറ വരെ തോണ്ടിക്കൊണ്ടേയിരിക്കും. അതിനകത്ത് അത്രയും തിരക്ക് കണ്ടപ്പോൾ ശകലം ബുദ്ധിമുട്ട് തോന്നിയായിരുന്നു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ലൈസൻസ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അവരവിടെ വന്നപ്പോൾ ആദ്യമേ നിയന്ത്രിക്കേണ്ടായിരുന്നു. അപ്പോൾ ഞാനും മീഡിയ കൂടി തന്നെ ഇത് കണ്ടത്. ഇന്നലെ ഇങ്ങനെ സംഭവം കണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ഇങ്ങനെ വഴക്കുറന്ന് കണ്ടായിരുന്നു. അത് യൂട്യൂബറുടെ പ്രശ്നം അതല്ലേ കൂടുതലും അതിൽ പറയുന്നത്. അപ്പോൾ അത് ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടില്ല. കാരണം അവരാണല്ലോ ഇല്ലാത്തതും
ഉള്ളതും വലിച്ചിഴച്ചിട്ട് കൊണ്ടുവരുന്നത്. അത് നമുക്ക് കണ്ടൻറ്റ് കിട്ടാൻ വേണ്ടിയും അതേപോലെ തന്നെ ലൈക്ക് കിട്ടാൻ വേണ്ടിയും പല ജീവിതമാർഗം ഉദ്ദേശിച്ചവരവിടെ ചെന്ന് ഷൂട്ട് ചെയ്യുന്ന സംഭവങ്ങളാണല്ലോ. ഉചിതമല്ലെന്നാണ് തോന്നണം. ഉചിതമല്ല, അത് മോശം. ഇപ്പോൾ എല്ലാവർക്കും അതിൻ്റേതായ പ്രൈവസി ഉണ്ട്. അപ്പോൾ പ്രൈവസി കൊടുക്കേണ്ടടുത്ത് പ്രൈവസി കൊടുക്കണം നമ്മൾ. അത് വളരെ മോശം അഭിപ്രായമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണ്. അത് ഓരോരുത്തർക്കും ഓരോ സ്വാതന്ത്ര്യമുണ്ട്, വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ അതിലേക്കുള്ളൊരു കടന്നുകയറ്റമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചെയ്യാൻ പാടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കണ്ണുനീരും കച്ചവട കണ്ണുകളും തമ്മിലുള്ള യുദ്ധത്തിൽ ഒടുവിൽ നിയമത്തിന്റെ ചട്ടക്കൂടുകൾ ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. സ്വന്തം അച്ഛന്റെ ഭൗതിക ശരീരത്തിന് മുന്നിൽ നിന്ന് നെഞ്ചുപൊട്ടി കരയാൻ പോലും ഒരു മകൻ ഇവിടെ കഴിയില്ലേ എന്ന ചന്തുവിന്റെ ആ കണ്ണീരിൽ കുതിർന്ന പൊട്ടിത്തെറി ഈ നാടിന്റെ സാംസ്കാരിക ബോധത്തിന് നേർക്കുള്ള കനത്ത അടിയായിരുന്നു. ആ ചിതയേരിയ മുൻപ് ആ മക്കളെ കൊണ്ട് ഇങ്ങനൊരു രോഷപ്രകടനം നടത്തിച്ച ഓൺലൈൻ കാട്ടാളത്തോട് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതാ കേരള പോലീസും രംഗത്തെത്തിയിരിക്കുന്നത്. മറ്റൊരാളുടെ ജീവിതത്തിലേക്കും സ്വകാര്യതയിലേക്കും മൊബൈൽ ക്യാമറകൾ കൊണ്ടുചെല്ലുന്നവർ ഇതൊന്ന് വ്യക്തമായി കേൾക്കണം. മനുഷ്യന്റെ ദുഃഖവും മരണവും നാടിന്റെ പ്രതിസന്ധിയും ഒക്കെ നിങ്ങൾക്ക് സമൂഹ മാധ്യമങ്ങളിൽ കാഴ്ചക്കാരെ കൂട്ടാനുള്ള ലൈക്ക് കിട്ടാനുള്ള ഉപാധികൾ മാത്രമായിരിക്കാം. പക്ഷേ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വകാര്യതയ്ക്കുള്ള അവകാശം ഒരു മൗലികാവകാശമാണ്. ഒരാളുടെ അനുമതിയില്ലാതെ അയാളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തുന്നതും പ്രചരിപ്പിക്കുന്നതും IT ആക്ടിലെ സെക്ഷൻ 66 ഈ പ്രകാരം 3 വർഷം തടവും 2 ലക്ഷം രൂപ വരെ പിഴയും കിട്ടുന്ന ഗുരുതരമായ കുറ്റമാണെന്ന് കേരള പോലീസ് ഇപ്പോൾ ഔദ്യോഗികമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യൂട്യൂബ് ഡോളറുകൾക്ക് വേണ്ടി മനുഷ്യന്റെ സങ്കടത്തെയും ശവമഞ്ചങ്ങളെയും ഒക്കെ ചരക്കാക്കുന്ന ഈ കച്ചവടം ഇനി ഈ മണ്ണിൽ ചെലവാകില്ല എന്ന ശക്തമായ സന്ദേശമുണ്ട്. പ്രൊഫഷണൽ മാധ്യമ പ്രവർത്തനത്തിന് മാന്യത അറിയാത്ത ഈ പാപ്പരാസി അരാജകത്വത്തിന് മുന്നിൽ നിയമത്തിന്റെ ശക്തമായ അതിർവരമ്പുകൾ കെട്ടാൻ വൈകിക്കൂടാ. മാന്യമായി തൊഴിലെടുക്കുന്ന യഥാർത്ഥ മാധ്യമ പ്രവർത്തകരെയും ഈ ക്ലിക്ക് ബൈറ്റ് കോമാളികളെയും കൃത്യമായി വേർതിരിച്ച് മാധ്യമ ലോകത്തിന് തന്നെ അപമാനമുണ്ടാക്കുന്ന ഈ യൂട്യൂബ് വേട്ടക്കാരെ പടിയടച്ച് പിന്നം വയ്ക്കാൻ സമൂഹവും വാർത്താലോകവും ഒന്നിച്ചിറങ്ങി മതിയാകും.